الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൽ മാഇദയിലെ 42-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിശ്വാസത്തിൽ ധൃതി കൂട്ടുന്ന ആളുകളെ കുറിച്ച് നബിയെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അവർ അവരുടെ വാക്കുകളെ കൊണ്ട് വായകളെ കൊണ്ട് മാത്രം വിശ്വസിക്കുന്നവരാണെന്നും ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിച്ചെല്ലാത്തവരാണെന്നും അതിനാൽ തന്നെ അവരെക്കുറിച്ച് തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുമുള്ള സമാശ്വാസത്തിൻ്റെ സന്ദേശങ്ങളാണ് ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ജൂതന്മാരെക്കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതൊന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് മതവിധി നടത്തേണ്ടത് എന്നതുകൂടി ഇവിടെ വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർക്കിടയിൽ നടന്ന ഒരു നീചവൃത്തിയുടെ കേസിൽ, വ്യഭിചാര കേസിൽ വിധി പറയാൻ വേണ്ടി വന്നതും അതിന് വിധി കൽപ്പിച്ചതുമായ സംഭവങ്ങളൊക്കെ. ഇനി അവരുടെ സ്വഭാവങ്ങൾ മൊത്തത്തിൽ വിശദീകരിച്ചുകൊണ്ടല്ല പറയാണ് സമ്മാഊന ലിൽ കദിബ്. ഇതേ പ്രയോഗം തന്നെ നേരത്തെ ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ വന്നിട്ടുണ്ട്. സമ്മാഊന ലിൽ കദിബ് എന്ന് പറഞ്ഞാൽ അവർ അസത്യത്തിന് അല്ലെങ്കിൽ കളവിന് അധികമായി കാതു കൊടുക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ സമ്മാഊന ലിൽ കദിബ് ധാരാളമായി കളവുകൾ കേൾക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന ആളുകളാകുന്നു അവർ. ജൂതന്മാരുമാകാം, അതേപോലെ തന്നെ അവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ധൃതി കാട്ടി അങ്ങനെയുള്ളൊരു സ്വഭാവം സ്വീകരിക്കുന്നവരാകാം. അപ്പോൾ കള്ളം ചെവിയോർത്ത് കേൾക്കുക എന്നുള്ള ഒരു സ്വഭാവ ദൂഷ്യം അവർക്കുണ്ട്. ഒന്നാമത്തേത് അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് എന്താണ്? ശരിക്ക് നല്ലതിനെയാണ് നമ്മൾ കാതോർക്കുന്നത്. ഖുർആൻ്റെ ഒരു പൊതുവായ അധ്യാപനമായി ഖുർആൻ പറയുന്നത് ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. ഇത് മനുഷ്യർ സ്വീകരിക്കേണ്ട ഒരു പൊതു സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. പ്രവാചകരെ, താങ്കൾ എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് അടിമകളുടെ സ്വഭാവം? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ നല്ല എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഫയത്തബിഊന അഹ്സന, കേൾക്കുന്നതിൽ തന്നെ ഏറ്റവും നല്ലതിനെയാണ് അവർ
പിന്തുടരുന്നത്. അഹ്സനായതിനെ പലതും നമ്മളിവിടെ കേൾക്കും. അതിൽ ഏറ്റവും അഹ്സനായ നല്ല സാരോപദേശങ്ങളെ, നല്ല വാക്കുകളെ പിന്തുടരുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. നല്ല വാക്ക് ആരിൽ നിന്നാണ് കേൾക്കുക? നല്ല വാക്ക് ആരിൽ നിന്നാണ് കേൾക്കുക? നല്ലവരായ ആളുകളിൽ നിന്നാണ് കേൾക്കുക. അതുകൊണ്ട് തന്നെയാണ് മുസാഹബത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളായ സദ്വൃത്തരായ നല്ല ആളുകളുമായുള്ള സഹവാസം, അവരുടെ കൂടെ ഇരിക്കുക, അവരുമായി സഹവസിക്കുക, അവരുമായി ലോക്യം പറയുക, അവരുമായി സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ലക്ഷണമായിക്കൊണ്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ട് ആരോടും ആയിട്ടായിരിക്കണം? നല്ല ആളുകളെന്നാണ്, നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല ഉപദേശങ്ങളൊക്കെ നൽകുന്ന, നല്ല പെരുമാറ്റങ്ങളും ശീലങ്ങളും നല്ല ജീവിത രീതിയും കാണുന്നവരോട് നിങ്ങൾ സഹവസിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ സഹവസിക്കുന്നവർക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ സമയം ഉണ്ടാവും? ഇല്ല. അപ്പോൾ നല്ലത് കേൾക്കുകയും നല്ലവരുമായി സഹവസിക്കുകയും ചെയ്യണം എന്നതാണ്. ഉപദേശങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ ഈ നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ ഫയത്തബിഊന അഹ്സന, ഏറ്റവും നല്ലത് നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് അല്ലാഹു പറയാം ഉലൈകല്ലദീന ഹദാഹുമുള്ള, ഇങ്ങനെ ഈ ശീലങ്ങളും സ്വഭാവങ്ങളും ഉള്ളവരാകുന്നു അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകൾ. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് സന്മാർഗം നൽകിയിട്ടുണ്ട്. വ ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാകുന്നു യഥാർത്ഥ ബുദ്ധിമാന്മാർ. അൽബാബ് എന്ന് പറഞ്ഞാൽ ഉലുൽ അൽബാബ് ആരാണ്? ബുദ്ധിമാന്മാർ. അപ്പോൾ നമുക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണോ, നല്ല കേന്ദ്രങ്ങളിൽ നിന്ന് അഡ്വൈസ് നമ്മൾ സ്വീകരിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കൂടിയാലോചിച്ച് സ്വന്തം എനിക്ക് ഞാൻ തന്നെ മതി എന്നതല്ല മനുഷ്യൻ്റെ. നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഇടപെടുന്ന പല സംഗതികളും. നമുക്ക് തന്നെ വേണ്ടതും മറ്റുള്ളവരിൽ നിന്നുള്ള നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ അതിനെയാണ് ശരിക്കും ഖുർആൻ മൊത്തത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ കേൾവി എന്നുള്ളത് നല്ലത് കേൾക്കാനാണ്. ഇവിടെ പേര് പറയുന്ന നേരെ ഓപ്പോസിറ്റാണ്. സമ്മാഊന ലിൽ കദിബ്, കള്ളം ചെവിയോർത്ത് കേൾക്കുന്ന സ്വഭാവക്കാരാകുന്നു അവർ. സമ്മാഊന എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്വഭാവം നോക്കൂ നിങ്ങൾ, അക്കാലൂന ലിസ്സുഹ്ത്, നിഷിദ്ധമായ സമ്പാദ്യം ധാരാളമായി തിന്നുന്നവരാണ് അവർ. ആക്കിൽ എന്ന് പറഞ്ഞാൽ മതി ഒരു ആവറേജ് തീറ്റക്ക് കേട്ടോ. അക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ? തിന്നുന്നവൻ അറബി എന്താ പറയാ? ആഖിൽ. ആഖിലഹു വ മുഖിലഹു വ കാത്തിബഹു വ ഷാഹിദഹി എന്നൊക്കെ കേട്ടില്ലേ? ഇതിന് പലിശനെ പറ്റി പറഞ്ഞുകൊടുത്ത് അത് തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അതിൻ്റെ എഴുത്തുകുത്ത് നടത്തുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പലിശൻ്റെ ഇടപാടുകളെ കുറിച്ച് പറഞ്ഞെടുത്ത്. അപ്പോൾ ആഖിൽ എന്നാണ് ഇവിടെ. അക്കാൽ എന്ന് പറഞ്ഞാൽ, അക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ? പെരും തീറ്റ. 3 നേരമൊന്നുമല്ല, 5 നേരമല്ല, ആയാതി തീറ്റ. അങ്ങനെയുള്ള ആളുകൾക്കാണ് അക്കാലൂന എന്ന് പറയുന്നത്. അപ്പോൾ അക്കാലൂന എന്താണ് അവർ തിന്നുന്നത്? അസ്സുഹത്ത്. സുഹത്ത് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ എല്ലാം ആ പദത്തിൽ ഉൾപ്പെടും. അള്ളാഹ് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? അവർ സമ്പാദിച്ചു കൂട്ടും, അവരതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അത്തരം സ്വഭാവം. അപ്പോൾ ജൂതന്മാർ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്വഭാവമൊക്കെ അവർക്ക് എന്താ? പലിശ. ഏറ്റവും കൂടുതൽ പലിശ ഇടപാട് നടത്തിയിരുന്ന ആളുകളായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ആ സന്ദർഭത്തിൽ റസൂലിൻ്റെ കൂടെ വന്ന സഹാബിമാർ പല തരക്കാരായിരുന്നു. കർഷകരുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, മറ്റ് തൊഴിലൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കച്ചവടക്കാരായ ആളുകൾ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങൾ മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അവിടെ ജൂതന്മാരാണ് അധികമുള്ളത്. ജൂതന്മാരെന്തായിരിക്കും? അവിടെ ഇടപാടിൽ അത്ര കൃത്യത ഉണ്ടാവില്ല. അളവിലും തൂക്കത്തിലൊന്നും കൃത്രിമം കാണിക്കാൻ പാടില്ല. സൂറ മുത്തഫിഫീൻ നമ്മൾ പഠിച്ചിട്ടില്ലേ?
സൂറ മുത്തഫിഫീൻ അവതീർണമായത് വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്കാകുന്നു നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളോട് സാധനം ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ അവർ പൂർത്തിയാക്കി വാങ്ങുന്നു. വഇദാ കാലൂഹും, അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോൾ, ഔ വസനൂഹും, അല്ലെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊടുക്കുമ്പോൾ, യുഖ്സിറൂൻ, അവർ എന്ത് ചെയ്യുന്നു? കുറവ് വരുത്തുന്നു. ഇപ്പോഴത്തെ കുറക്കലൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടാണ്, സയൻറ്റിഫിക് കുറക്കലുണ്ട്. ഇപ്പോൾ അങ്ങനെയാണോ? മൈക്രോഗ്രാം കുറച്ചാൽ മതി. കോടിക്കണക്കിന് പാക്കറ്റ് ഒരു സംഗതി ഇങ്ങനെ പിന്നെ സാധനം ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഗ്രാമോ അല്ലെങ്കിൽ ഒരു 1/2 ഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോഗ്രാം കുറച്ചാലും കിലോ കണക്കിന് കുറയും. നമ്മളെ പാക്കിലുണ്ടാവുമല്ലോ എഴുതി വെക്കുന്നത് എത്ര ഗ്രാം, 25 ഗ്രാം. അത് ചിലപ്പോൾ ആ പാക്കിൻ്റെ തൂക്കടക്കമായിരിക്കും. 25 ഗ്രാമാണ് പാക്കിൻ്റെ തൂക്കം. ആ സാധനം അതിൽ കുറക്കും. യുഖ്സിറൂൻ. അപ്പോൾ അതേപോലുള്ള കുറക്കൽ വരെ. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക്, ഉപഭോക്താക്കൾക്ക് കുറക്കുക എന്നല്ല അവിടെ പറഞ്ഞ്, നഷ്ടം വരുത്തുന്നു. ഖസിറ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ എന്ന് പറയുന്നത് നഷ്ടം. അപ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുത്തുന്ന ഒരു സംഗതി ആര് ചെയ്യാൻ പാടില്ല? കച്ചവടം നടത്തുന്ന കച്ചവടക്കാർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ആ ഒരു ഇസ്ലാമിൻ്റെ അതിനെക്കുറിച്ചുള്ള കച്ചവടത്തെക്കുറിച്ചുള്ള കൃത്യമായ കൺസെപ്റ്റ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മാർക്കറ്റിൽ പോയിക്കോളി, മാർക്കറ്റ് തന്നെയാണ് കച്ചവടക്കാർക്ക് അവിടെ കേന്ദ്രം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു തമ്മിലാണ് പരസ്പരം മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ നബി അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യം പ്രഖ്യാപിച്ചപ്പോൾ അവരെയായിരുന്നു സഹോദരന്മാരായി പ്രഖ്യാപിച്ചത്. ഒരു മുഹാജിറിന് ഒരു അൻസാറ് ഏറ്റെടുക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യവും, അതുപോലെ ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൻ്റെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്വത്ത് ഇതാ, എൻ്റെ പകുതി നിങ്ങൾക്കാണ്. ഈ വീടിൻ്റെ മുഴുവൻ സൗകര്യങ്ങളിൽ പകുതി നിങ്ങൾക്കാണ്. നമുക്കങ്ങനെ കൊടുക്കാൻ കഴിയും വേറൊരാൾക്ക്? അതാണ് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം, സഹോദര്യ ബന്ധം, ആദർശ ബന്ധം. പിന്നെ പറയുന്നത്, എനിക്ക് 2 ഭാര്യയുണ്ട്. ഈ ഭാര്യമാരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് കല്യാണം ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അത്രമേൽ അവർ. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കത്തുനിന്ന് കച്ചവടം ചെയ്താലല്ലേ ഒന്നാം നമ്മുടെ കച്ചവടക്കാരനാണ്, എനിക്കറിയാം. അതുകൊണ്ട് ദല്ലൂനി അലാ സൂഖിക്കും, നിങ്ങളുടെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ പോയി കച്ചവടം നടത്താമെന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് അവിടെ എന്ത് ചെയ്യണം? വിശ്വാസികൾ നടത്തുന്ന കച്ചവടം അനുവദനീയമായ രീതിയിലുള്ളതായിരിക്കണം. അവിടെയുള്ള മാർക്കറ്റിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് റസൂലുള്ളാഹി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ പലിശ ഇടപാടുണ്ടാകും, ഊഹക്കച്ചവടങ്ങളുണ്ടാകും. ഊഹക്കച്ചവടങ്ങളുടെ ആശാന്മാരും ഉസ്താദുമാരും ആരാ? ഇന്നും ആരാ? ഇന്നാരാണ്? ജൂതന്മാരാണ്. പലിശയും സംഗതികളൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. അള്ള നിഷിദ്ധമാക്കിയതൊക്കെ ധാരാളമായി തിന്നുകൂട്ടുന്നവരാകുന്നു ആര്? ആ സമൂഹം. ആ പലിശ നമുക്ക് നിഷിദ്ധമാണ്. സബുൽ മൂമിക്കാത്ത് നമ്മൾ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒന്നാണെന്ത്? അക്കലു റിബ വ അക്കലു മാലുൽ യതീം. തീറ്റയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനാഥയുടെ സ്വത്ത് തിന്നുക, പലിശ തിന്നുക. നമ്മുടെ മറ്റെല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയുന്ന 7 വൻപാപങ്ങളെ അസ്സബുൽ മൂബിക്കാത്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതാണത്. പിന്നെ എന്ത് ചെയ്യുക? റിഷ്വ. റിഷ്വ എന്ന് പറഞ്ഞാൽ കൈക്കൂലി. കേട്ടോ? കൈക്കൂലിയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അവിടെ ചെന്നപ്പോഴാണ് ഈ സംഗതികളൊക്കെ വരുന്നത്. കൈക്കൂലി റസൂൽ വിലക്കി. ആ റിഷ്വത്ത് തിന്നുന്ന ആളും
അതേപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയുമൊക്കെ കൈക്കൂലിയെ, അതും അവർക്കിടയിൽ സാർവത്രികമായിട്ടുണ്ടായിരുന്നു. കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ കൂലി അല്ലാതെ കയ്യിൽ കൊടുക്കുന്ന കൂലി. പണിയെടുത്തതിനൊരു കൂലി ഉണ്ടാവും, അധ്വാനത്തിനൊരു കൂലി ഉണ്ടാവും, ഒരു സർവീസ് ചാർജ് ഉണ്ടാവും. അതിനപ്പുറം അനർഹമായി കൊടുക്കുന്നതാണെന്ത്? കൈക്കൂലി. കച്ചവടത്തിലുള്ള കരിഞ്ചന്ത, എന്താ മനസ്സിലാകുമല്ലോ? പൂഴ്ത്തിവെപ്പ്. വില കൂടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? സാധനങ്ങൾ പൂഴ്ത്തിവെക്കുക. ഇങ്ങനെ സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാർക്ക് ചരക്കുകൾ, വസ്തുക്കൾ അത് അധികം ലഭ്യമല്ലാക്കുന്ന വിധത്തിൽ അതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ മായം കലർത്താൻ പാടില്ല. ഉള്ള സാധനം ഒറിജിനൽ എന്താണോ അത് എല്ലാവർക്കും വ്യക്തമാവുന്ന രീതിയിൽ കാട്ടിക്കൊടുക്കണം. റസൂൽ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. റസൂലുകൾക്ക് ഒരിക്കൽ മാർക്കറ്റിലൂടെ നടന്നപ്പോൾ ഒരാളുടെ ചാക്ക് ധാന്യാണുള്ളത്. നബി അങ്ങനെ അതിലാണ് അടിയിലേക്ക് കൈയിട്ട് നോക്കുമ്പോൾ അവിടെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നനവുണ്ട്. ഇതെന്താ അവിടെ നനഞ്ഞത്? മുകളിൽ ഉണങ്ങിയതും. ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ കിഴങ്ങുകളൊക്കെ വിൽക്കുന്ന ചില കടകൾ ഉണ്ടാവില്ലേ? ചില കടകളിൽ കിഴങ്ങുകളുടെ മുകളിൽ മണ്ണ് കൂടുതലുണ്ടാവും. ഫ്രഷാണ്, എപ്പോഴും കൊണ്ടുവന്ന് പറിച്ചെടുത്തിട്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണ്ടേ നമ്മൾ? തുറാസ് മീസാൻ ഉണ്ടല്ലോ, വൗഫുൽ കൈല ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ അളവും തൂക്കത്തിലുമൊക്കെ നീതിപൂർവം അത് അളന്ന് തൂക്കി കൊടുക്കണം. അതേപോലെ തന്നെ തൂക്കത്തിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആനിൻ്റെ ഉപദേശങ്ങൾ. ചിലപ്പോൾ പണ്ട് ഇങ്ങനെ തൂങ്ങുന്ന ത്രാസായിരുന്നു. ഇപ്പം പിന്നെ ഇല്ല, എങ്ങനെ വെച്ചാൽ അതിൻ്റെ മൈക്രോഗ്രാം വരെ ഒന്ന് ഊതിയാൽ അതിൻ്റെ തൂക്കം ഇങ്ങനെ കാണുന്നത് അത് ത്രാസുണ്ട്. പൊന്ന് തൂക്കണമല്ല, അല്ലാത്ത സാധനം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടുക, അങ്ങനെയുള്ളതാണ് കിട്ടുക. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം? അത് അക്കാലൂനലി സുഹത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ റിശ്വത്ത് അതിൽപ്പെട്ടു, അതുപോലെ തന്നെ പലിശ അതിൽപ്പെട്ടു, അതേപോലെ തന്നെ വക്കാനൽ അഹ്ബാറുൽ യഹൂദ് വറുഅസാഉഹും, ഈ ജൂതന്മാരുടെ പാതിരിമാര്, പുരോഹിതന്മാർ, അവരുടെ അരികിലേക്ക് വിധി തേടി വരുന്ന ആളുകൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വിധിക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനമാണിത് റിശ്വത്ത്, കൈക്കൂലി. അപ്പോൾ കൂടുതൽ കാശ് കൊടുക്കുന്ന ആളുകൾക്ക് എന്താ ചെയ്യുക? അനുകൂലമായി വിധി ഉണ്ടാകുക. അതിന് സംഗതികൾ വാചാലമായി തർക്കിച്ച് അപ്പോൾ ഉണ്ടാവും. അപ്പോൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത്തരം സ്വഭാവക്കാരാകുന്നു അവർ. റസൂലേ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായാൽ സംഭവിക്കുന്നത്, വിശ്വാസികളായ നമ്മളെ അതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്താനാണ് ഖുർആനിൻ്റെ ഈ കൽപ്പനകളും പ്രവാചക പാഠങ്ങളും അവിടുത്തെ സാരോപദേശങ്ങളും നമുക്ക് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങളിൽപ്പെട്ടതാണ്. നമ്മളിങ്ങനെ ദുആ ചെയ്യണില്ലേ? അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുആ വരെ തിരസ്കരിക്കപ്പെടാൻ ഹേതുവായി തീരുന്ന 2 കാരണങ്ങളായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒന്ന്, ഹറാമായ ഭക്ഷണം. രണ്ടാമത്തേത്, നമ്മുടെ ഹറാമായ വസ്ത്രം. അപ്പോൾ ഹലാലായ കസ്ബുൽ ഹലാൽ, അനുവദനീയമായ രീതിയിൽ ഇസ്ലാം സമ്പാദിക്കാൻ വേണ്ടി അനുവദിച്ച എന്തെന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൂടെ അല്ലാതെ സമ്പാദിച്ച ഒന്നും നമ്മുടെ ഭക്ഷണത്തിൽ കലരാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ താമസ കേന്ദ്രങ്ങളിൽ, വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മുഴുവൻ ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നവരാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ഹറാമ് ഭക്ഷിച്ച് കലർന്ന ഒരാളെ എങ്ങനെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷിക്കുക? അപ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പിന്നെ നമ്മുടെ പ്രാർത്ഥന
അതിനുത്തരം ലഭിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണിത്. അപ്പോൾ നോക്കൂ, അവരുടെ സ്വഭാവം ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. സമ്മാഊന ലിൽ കദിബ്, കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരാണവർ. അക്കാലൂന ലിസ്സുഹ്ത്, നിഷിദ്ധമായ സമ്പാദ്യം അതും ധാരാളമായി തിന്നുന്നവരാണവർ. ഇനി നോക്കൂ, ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും, നബിയെ ഇനി താങ്കളുടെ അരികിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഈ കാര്യത്തിൽ ഒരു വിധി പറയണം നബി എന്ന് പറഞ്ഞ് അവർ വരികയാണെങ്കിൽ ഫഹ്കും ബൈനഹും, അവർക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിധി കൽപ്പിക്കാം. നബി വിധി കൽപ്പിക്കുമ്പോൾ ആരാ വരുന്നത്? അവരാണ് എങ്കിൽ എന്ത് ചെയ്യണം? ജൂതന്മാരാണെങ്കിൽ അവരുടെ വേദപുസ്തകം ഏതാണ്? തോറ അവിടെയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വിധി കൽപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? പക്ഷെ അവരെന്ത് ചെയ്യുക? അവർ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ആയത്ത് ഓതുമ്പോൾ, തൗറാത്തിലെ ഒരു സൂക്തം ഓതുമ്പോൾ അവർക്ക് അനുകൂലമല്ലാത്തതാണ് വരുന്നതെങ്കിൽ അതിനെ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് കൈ വെക്ക്, എന്നിട്ട് വായിക്ക്, മുഴുവൻ വായിക്ക്. ഇന്നും അങ്ങനെയുണ്ട് സമ്പ്രദായം. ഖുർആനിലെ ആയത്ത് മുഴുവൻ ഓതാതെ പകുതി ഓതിയിട്ട് സ്വന്തം ഇംഗിതങ്ങളും താല്പര്യങ്ങളും നടപ്പിലാക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ജൂത ക്രിസ്ത്യാനികളെ, വേദക്കാരെ പിന്തുടരരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്തുടരും, ആ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞത്. ഇവിടെ രണ്ട് ഓപ്ഷനാണ് റസൂലിന് കൊടുക്കുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യുക? ഫഹ്കും ബൈനഹും, അവർക്കിടയിൽ നിങ്ങൾക്ക് വിധി കൽപ്പിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ഔ അഅ്രിദ് അൻഹും, അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് അവഗണിക്കാം. അവരുടെ കാര്യത്തിൽ നബി ഇടപെടണോ? വേണ്ട. അപ്പോൾ അത് നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുകയാണ് ചെയ്തത്. ഇനി നോക്കൂ നിങ്ങൾ, വഇൻ തഅദിൽ അൻഹും ഫലൻ യദുറൂക ശൈആ, താങ്കൾ അവരെ അവഗണിക്കുകയാണ് എങ്കിൽ, അവരിൽ നിന്ന് താങ്കൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറയുന്നത്, താങ്കളിൽ നിന്ന് താങ്കളെ അവർ ഒരു നിലക്കും തന്നെ ദ്രോഹിക്കുകയില്ല. അവരെ നിങ്ങൾ അവഗണിച്ചു എന്നതിനാൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ അതുകൊണ്ട് കഴിയില്ല. കാരണം പ്രവാചകന്റെ സംരക്ഷണം ആരുടെ കയ്യിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. പല നിലക്ക് പ്രവാചകനെ നിഷ്കാസനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ, പ്രവാചകനെ വധിച്ചു കളയാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ജൂത സ്ത്രീയല്ലേ മാംസത്തിൽ വിഷം കലർത്തി റസൂലിന് കൊടുത്തത് അല്ലേ? അവിടെയും ആരുടെ ഇടപെടലുണ്ടായി? അള്ളാഹിൻ്റെ ഇടപെടലുണ്ടായി. റസൂലും സഹാബത്തും ഖൈബറിൻ്റെ കോട്ടയുടെ അരികിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് കോട്ടൻ്റെ മുകളിൽ നിന്ന് വലിയ പാറക്കല്ല് നബിൻ്റെ തലയിലേക്ക് മറിച്ചിടാൻ വേണ്ടി, അങ്ങനെ റസൂലിനെ വധിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണങ്ങളും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് നിന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ വിവരം കിട്ടി, നബി നിങ്ങൾ വഴിമാറിപ്പോകണം, മുന്നിൽ അപകടമാണ്. ആര് സംരക്ഷിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ആ വിശ്വാസികൾ എങ്ങനെ പഠിച്ചോൻ സംരക്ഷിക്കും? അപ്പോൾ നമുക്കും അങ്ങനെയുള്ള സംരക്ഷണം ആരിൽ നിന്ന് കിട്ടും? അള്ളാഹുവിൽ നിന്ന് കിട്ടും. അപ്പോൾ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്? അള്ളാഹു ആകുന്നു. അള്ളാഹുവിൻ്റെ അരികിൽ എത്രമേൽ നമ്മൾ അടുക്കുന്നു അതിനനുസരിച്ചാണ് അള്ളാഹിൻ്റെ നസ്ർ നമുക്കുണ്ടാകുക, അള്ളാഹിൻ്റെ സഹായം. അപ്പോൾ നമ്മുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിലൂടെ, മറഞ്ഞ വഴിയിലൂടെ, അദൃശ്യമായ നിലയിൽ, നമ്മൾ ഓർക്കാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുക എന്നുള്ളത് ഇങ്ങനെയാകുന്നു. അതാണ് ശരിക്കും യഥാർത്ഥ നസ്ർ. അത് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതാണ് ഫലൻ യദുറൂക ശൈആ, അവർക്ക് നിങ്ങളെ ഒരു നിലക്കും ഉപദ്രവിക്കാൻ കഴിയുകയില്ല.
ഇനി വിധിക്കുകയാണെങ്കിൽ തന്നെ വിധിയുടെ കാര്യത്തിൽ, അതിൽ നീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. വൈൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്. ഇനി നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അതിലോടുകൂടി, ഖിസ്ത് എന്ന് പറഞ്ഞാൽ അൽ അദ്ൽ, നീതിയോടുകൂടി അവർക്ക് ഇടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുക പ്രവാചകരെ. പിന്നെ 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും, അള്ളാൻ്റെ തണൽ, അള്ളാൻ്റെ അർശിൻ്റെ തണൽ ഒക്കെ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളിൽ ആദ്യമായി എണ്ണി പറഞ്ഞതാരെയാണ്? സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുന്നു. ഒന്നാമത് എണ്ണുന്നത് ആരെയാണെന്നോ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധിപൻ, ഒരു നേതാവ്, ഒരു വിധികർത്താവ്. അതുകൊണ്ടാണ് നമ്മളാണെങ്കിലും എന്ത് ചെയ്യണം? കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തിൽ എന്ത് ചെയ്യണം? നീതി പുലർത്തണം. മക്കൾക്കിടയിൽ നീതി പുലർത്തണം, കുടുംബാംഗങ്ങൾക്കിടയിൽ നീതി പുലർത്തണം എല്ലാ കാര്യത്തിലും. വൈദാ ഖുൽതും ഫഅദിലൂ എന്ന് ഖുർആനാ പറയുന്നത്. സംസാരിക്കുകയാണെങ്കിൽ എന്തുവരെ വേണം? എന്ത്? നീതി പുലർത്തണം. സംസാരങ്ങൾ നോക്കണം നിങ്ങൾ. ആ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിലും പെരുമാറുകയാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുകയാണെങ്കിലും തുല്യമായ നീതി നമ്മളതിൽ പാലിക്കേണ്ടതുണ്ട്. അത് നബിനോട്. അപ്പം നീതിയെ അത്രമാത്രം പ്രാധാന്യപൂർവം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. കാരണം അല്ലാഹുവാണ് നീതിമാൻ. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും അനീതി ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ നീതി പാലിക്കുന്നവനാണ്. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, എൻ്റെ അടിമകളോട് ഒരിക്കലും അനീതി കാണിക്കുന്നവനല്ല, അക്രമം കാണിക്കുന്നവനല്ല. ആര്? ഞാൻ, അള്ളാഹു. അള്ളാഹിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അള്ളാഹുവിനും നമ്മളൊക്കെ നീതിമാന്മാരാകണം എന്നതാണ് ആഗ്രഹം. ആയത്തൊന്ന് ഓതി വെക്കും. സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹത് ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅ്രിദ് അൻഹും وَإِن تَعْرِضْ عَنْهُمْ فَلَنْ يَضُرُّوكَ شَيْئًا وَإِنْ حَكَمْتَ فَاحْكُمْ بَيْنَهُمْ بِالْقِسْطِ إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ وَكَيْفَ يُحَكِّمُونَكَ. എന്നാൽ എങ്ങനെയാണ് നബിയെ അവർ താങ്കളുടെ അരികിലേക്ക് വിധി തേടിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ താങ്കളെ അവർ വിധി കർത്താവാക്കുന്നത്? വകൈഫ യുഹക്കിമൂനക. ഹക്കമ യുഹക്കിമു എന്ന് പറഞ്ഞാൽ ഹാക്കിമാക്കിയെന്ന്. ഹാക്കിമാരാണ് വിധി കർത്താവ്. ഹക്കമ യുഹക്കിമു. വകൈഫ യുഹക്കിമൂനക, എങ്ങനെയാണ് അവർ നിങ്ങളെ വിധി കർത്താവാക്കുന്നത്? കാരണം എന്താ? വഇൻദഹുമുത്തൗറാത്തു ഫീഹാ ഹുക്മുല്ലാഹ്, അവരുടെ അരികിൽ എന്തുണ്ട്? ഒരു കിതാബുണ്ട്, അവിടെ വേദഗ്രന്ഥം അവരുടെ കയ്യിലുണ്ട്, തൗറാ. അതിലെന്തുണ്ട്? അള്ളാഹുവിൻ്റെ ഹുക്കുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ ഹുക്കും അവർക്ക് പറ്റിയില്ലെങ്കിൽ അതിനെ സൈഡാക്കും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യുന്നു? അത് അവർ ആ വിഷയത്തിൽ വിധി കൽപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊക്കെ സൈഡാക്കുക. അങ്ങനെ രീതി ഉണ്ടാകാൻ പാടില്ല. ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ A to Z, അവൻ്റെ ജീവിതത്തിലെ ആദ്യാവസാനം
വരെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, പ്രവാചക പാഠങ്ങളെ ഉൾക്കൊള്ളുന്നവനും ജീവിതത്തിൽ പകർത്തുന്നവനുമാകണം. ആര്? ഒരു മുസ്ലിം. അതിനാണ് ശരിക്കും തസ്ലീം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാകണം? അള്ളാഹ് പറഞ്ഞ മാതിരിയാകണം. അള്ളാഹ് പറഞ്ഞ മാതിരി നമ്മൾ ജീവിക്കണം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച പോലെ നമ്മൾ ജീവിക്കണം. അതാണ് എന്ത്? വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് പറയാനുള്ളതല്ല, അനുഷ്ഠാന കർമ്മങ്ങളിലല്ലേ ഷഹാദത്ത് വന്നത്? വിശ്വാസ കാര്യങ്ങളിലാണോ? അല്ല. ഇസ്ലാം കാര്യം 5 എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ നിസ്കാരം നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ? 5 നേരം നിസ്കരിക്കുന്നില്ലേ? അതേപോലെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് ഒന്നാമതായത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാള് അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും പിന്നെ അവന്റെ മനസ്സിൽ ആരാധ്യനായി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോടല്ലാതെ അവൻ ദുആയിരക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അവൻ്റെ നേർച്ച വഴിപാടുകൾ അവന് സമർപ്പിക്കാൻ പാടില്ല. അവന് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന്. എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ തീരുമാനാധികാരം, അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? അതാണ് ഖൈറും ഷർറും. അത് ഈമാൻ കാര്യത്തിൽപ്പെട്ടു. അപ്പോൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുള്ളൂ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നോക്ക് നിങ്ങൾ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എപ്പോഴാണ് നമുക്ക് വേണ്ടത്? റബീഉൽ അവ്വൽ വന്നിട്ടുണ്ടോ? ആണോ വേണ്ടത്? റബീഉൽ അവ്വൽ മാസം മുഴുവനാണോ വേണ്ടത്? ആ ഒരു മാസത്തിലല്ല, പിന്നെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും നമ്മൾ റസൂലിനെ ശരിക്കും ഓർക്കുകയാണ് ചെയ്യുന്നത്. ഈ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ ആരെ ഓർക്കുന്നുണ്ട്? റസൂലിനെ ഓർക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ ആരെ ഓർത്തു? അള്ളാഹിനെ ഓർത്തു. അത് മുഖേന ആരെയും കൂടി ഓർക്കുന്നുണ്ട്? റസൂലിനെ ഓർക്കുന്നു അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമ്മുടെ ജീവിതത്തിൽ ആരാ അവിടെ കടന്നു വന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് അവിടെ കടന്നു വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആര് കടന്നു വരുന്നുണ്ട്? റസൂലുള്ള വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ ആ റസൂലിനോട് സ്നേഹം ഉണ്ടാവില്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ ആരെ ഓർത്തിട്ടുണ്ട്? അള്ളാഹിനെ ഓർത്തിട്ടുണ്ട്. ബിസ്മില്ലാ. അത് മുഖേന ആരുടെ ചര്യയാണ് നമ്മൾ പകർത്തിയത്? റസൂലിൻ്റെ ചര്യ. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ ഓർക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ, അള്ളാഹിനെ ഓർത്തിട്ടുണ്ട്. ഇങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് ആരെ പഠിപ്പിച്ചു? റസൂല് പഠിപ്പിച്ചു. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഷാക്കിർ. ഷാക്കിർ എന്ന് പറഞ്ഞാൽ ആരാ? നന്ദിയുള്ള. തിന്നുമ്പോൾ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയുന്ന ഒരാളെ അല്ലാഹ് ഷാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയാണ് ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്താൽ എന്ത് ചെയ്യും? ധാരാളം തരും. റിസ്കിൽ വർധനവുണ്ടാകും. നിങ്ങൾ എല്ലാ കാര്യത്തിലും അല്ലാഹ് നിങ്ങൾക്ക് വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദികേട് കാണിക്കരുത്. അപ്പോൾ ചെറിയ ഒരു സംഗതി അതുവരെ ഷാക്കിറിൻ്റെ പട്ടികയിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, വഇൻദഹുമുത് തൗറാത്തു ഫീഹാ ഹുക്മുല്ലാഹ്. അതിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമാകുന്നു ഉള്ളത്, അള്ളാഹുവിൻ്റെ വിധിയാകുന്നു ഉള്ളത്. എന്നാലും പിന്നെന്ത് അവരെന്ത് ചെയ്യുന്നു? സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക്. എന്നാൽ പിന്നീട് അതിൽ നിന്ന് അവർ
പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. തവല്ല യതവല്ല എന്ന് പറഞ്ഞാൽ എന്താ? തിരിഞ്ഞു കളഞ്ഞു. അബസ, അബസ എന്ന് കഴിച്ചിട്ടെന്താ? വ തവല്ല, വതവല്ല വാവ് ആൻസുന്നില്ല അർത്ഥത്തിൽ. അബസ വ തവല്ല യതവല്ല സുമ്മ യതവല്ലൗന. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു? പിന്തിരിഞ്ഞു കളയുന്നു. അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. മിംബഅദിദാലിക, അതിന് ശേഷം. അപ്പോൾ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പടച്ചൊരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. കാരണം എന്താണ്? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. വമാ ഉലൈക, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. വിശ്വാസികളായ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയോ? ഇല്ല. പ്രവാചക നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയോ? അപ്പോൾ നമ്മുടെ തന്നെ ഈമാനിനെ നമുക്ക് അളക്കാനും പരിശോധിക്കാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും എന്തുപയോഗിച്ചാൽ മതി? നമ്മൾ ജീവിതത്തിൽ നിന്ന് ഏത് സന്ദർഭങ്ങളിലാണ് അള്ളാഹിൻ്റെ നിയമങ്ങളെ തള്ളിക്കളയുന്നത് എന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇംഗീതങ്ങൾ, നമ്മുടെ സ്വാർത്ഥങ്ങൾ, അതിനു വേണ്ടി പടച്ചോൻ പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, പിന്നെ അള്ളാഹിൻ്റെ റസൂല് പറയാത്തതിനെ കൂട്ടിക്കലർത്തുന്നത് തന്നെയാണ് ഈ ഈമാനില്ലാത്തതിൻ്റെ അടയാളമാണ്. റസൂല് പഠിപ്പിക്കാത്തതോ റസൂല് ചെയ്യാത്തതോ റസൂലുള്ള മാതൃക കാണിക്കാത്തതോ ആയ കാര്യങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അതിൻ്റെ ഈമാനില്ലാത്തതിൻ്റെ അടയാളമാകുന്നു. ഒന്ന് ഓതി നോക്കൂ ഈ ആയത്ത്. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും എന്ത് തന്നെയാണുള്ളത്? അതിൽ സന്മാർഗമാണുള്ളത്, അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള പ്രകാശമാണ് ഉള്ളത്. അവസാനത്തെ വേദഗ്രന്ഥമാണ് ഇത്, വിശുദ്ധ ഖുർആൻ. അപ്പോൾ വേദഗ്രന്ഥങ്ങളെ അള്ളാഹ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ ലാസ്റ്റ് എഡിഷൻ ഏത്? ഖുർആൻ, കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവസാനത്തെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ആദ്യത്തെ മനുഷ്യ സമൂഹം ഏത് പ്രവാചകന്റെ കീഴിലാണ് വളർത്തപ്പെട്ടത്? ആദ്യത്തെ മനുഷ്യ സമൂഹം ഭൂമിയിലെ ഏത് പ്രവാചകന്റെ കീഴിലാണ്? ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്, കേട്ടോ. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ, കേട്ടോ, ദുർരിയ്യത മൻ ഹമൽനാ മഅ നൂഹ് എന്ന് പറഞ്ഞല്ലോ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൽ നിന്ന് കടഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് കപ്പലിൽ യാത്ര ചെയ്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ കപ്പലിൽ യാത്ര ചെയ്തത് എത്ര പേരുണ്ട്? നിങ്ങൾ കപ്പലിൽ പോയിട്ട് പണ്ട് ഹജ്ജിന് പോയതാ? അതെ. യാത്രകളിൽ കപ്പലിൽ യാത്ര ചെയ്ത ആൾക്കാർ. കപ്പൽ വലിയ സംഭവം തന്നെയാണ്. ഖുർആനിലെ കപ്പലിനെ കുറിച്ച് എത്ര സ്ഥലത്ത് പറയുന്നുണ്ട്? സൂറത്തുൽ ബഖറയിൽ പറയുന്നില്ലേ? അള്ളാഹിൻ്റെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുക്കളെയും വഹിച്ചുകൊണ്ട് കടലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തം, ഈ ആയത്തൊക്കെ അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാലമാണിപ്പോൾ. കാരണം എന്താ? ഹുർമുസ് അടക്കുക തുറക്കുക, കേട്ടോ. എല്ലാ സാധനം ഏത് കടലെടുക്കും കൂടെ വരണം? കടലിനെ പറ്റിയാ പറയുന്നത്. ലോകത്ത് നിന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർക്കുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ എന്തിലൂടെ വരണം? വില കൂടുകയാണെന്ന് പറയുന്നത്.
വിദേശത്തുള്ള നമ്മളെ കുട്ടികളൊക്കെ നിങ്ങളോട് പറയണില്ലേ സാധനങ്ങൾക്ക് വില കൂടി. കാരണം എന്താ? സീ കാർഗോ അല്ല എയർ കാർഗോ ആണ്. എയർ കാർഗോയിൽ വരുമ്പോൾ അതിന് കൂടുതൽ കൂലി എടുക്കേണ്ടി വരും. അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടൂലേ? സീ കാർഗോ വലിയ കപ്പലിലേക്ക് ഇത്ര കണ്ടെയ്നർ അത് കൊണ്ടുപോകുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഉള്ളി, തക്കാളി, പഴങ്ങളാണെങ്കിൽ അത്, വെജിറ്റബിൾസ് ആണെങ്കിൽ അത്, ധാന്യങ്ങളാണെങ്കിൽ അത്, കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ അത്, അവരുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ സാധനങ്ങൾ വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത് എന്തിലാണ്? കപ്പലിലാണ്. നമുക്കിപ്പോൾ കപ്പൽ എപ്പോഴാണ് പഠിച്ചോനെ ഇങ്ങനെ സംഗതി ഉണ്ടല്ലോ. കാരണം അടുക്കളയിൽ വിവരറിയുണ്ട്. അതിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് കപ്പലിലൊന്നും ഇത്ര അധികം സപ്ലൈ ഇല്ലായിരുന്നു. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഇത്ര അധികം കപ്പലുണ്ടോ? ഈ സാധനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ? അവനെ നോക്കൂ. ഇനി അത് ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഏത് കാലത്തും എത്ര ചിന്തിച്ചാലും അവർക്ക് ഗുണപാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ദിവ്യഗ്രന്ഥാണിത് ഖുർആൻ. ഇത് ലാസ്റ്റ് എഡിഷനാണ്. ഇതിൻ്റെ ഓരോ കാലത്തിനും വേണ്ട എഡിഷൻ പഠിച്ചോ അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ഖുർആൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയൊരു എഡിഷനാണ് ഇത് ഇഞ്ചീൽ. അതിന് മുമ്പുള്ളതാണ് ഇത് തൗറാത്ത്. അതേപോലെ തന്നെ സബൂർ. പ്രധാനപ്പെട്ട ഈ 2-4 പറയുന്നുള്ളൂ. എല്ലാ അമ്പിയാക്കൾക്കും ഇതേപോലെ വഹിയും ഏടുകളും. സുഹഫ് ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏടുകൾ. ഇതിലൊക്കെ എന്താ ഉള്ളത്? മനുഷ്യന്മാരെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കുന്ന വെളിച്ചമാണുള്ളത്. അവരെ ലലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഹുദയാണുള്ളത്. അതാണ് ഈ പറയുന്നത്. നോക്കൂ, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ. നിശ്ചയമായും തൗറാത്തിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹ് ഇറക്കി തന്നെയാണെന്ത്? തൗറാത്ത്. ഫീഹ, ആ തോറയിലുണ്ട്. തോറയിൽ എന്താ ഉള്ളത്? ഹുദ, മനുഷ്യന്മാർക്ക് വേണ്ട സന്മാർഗദർശനം അതിലുണ്ട്. വനൂർ, പിന്നെന്തുണ്ട്? പ്രകാശം. ഖുർആനെ പറ്റി പറഞ്ഞിടത്തും അതന്നെ പറയുന്നത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. നൂറ് ഒന്നേ ഉള്ളൂ, വെളിച്ചം ഏകവചനായിട്ടാണ് പറയുന്നത്. ദുലുമാത്തുകളോ ഇരുട്ടുകൾ എത്രയുണ്ട്? ഇരുട്ടുകൾ എന്നാണ്. ഒരുപാട് ഇരുട്ടാണ്. വിശ്വാസത്തിൽ ഇരുട്ട്, സംസ്കാരത്തിൽ ഇരുട്ട്, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇരുട്ട് പകർന്നിരിക്കുന്നു, ഇരുട്ട് പരന്നിരിക്കുന്നു. അതിനെയൊക്കെ വെളിച്ചം, ഒരൊറ്റ വെളിച്ചം കൊണ്ട് മാറ്റിക്കളയണം. അതാണ് നൂർ. യഹ്കുമു ബിഹൻ നബിയൂൻ. ആ വേദഗ്രന്ഥം കൊണ്ടാകുന്നു, തൗറാത്ത് കൊണ്ടാകുന്നു അമ്പിയാക്കൾ, നബിമാർ വിധി കൽപ്പിക്കുന്നത്. അപ്പോൾ ബനി ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച ഒരു സമൂഹം കൂടിയാണിത്, ഇസ്രായേൽ സമൂഹം. ഇസ്രായേൽ, ബനു ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കൾ എന്നാണ്. അപ്പോൾ ഇസ്രായേൽ ആരാ? ബനു ഇസ്രായേലാണ്. ഇസ്രായേൽ ആരാണ്? ആരുടെ പേരാണ്? യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ പേരാണിത്. ബനു യാക്കൂബ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ പിതാവാരാണ്? ആരാണ്? ഇസാഖ്. ഇസാഖ് അലൈഹി ഇസ്ലാമിൻ്റെ പിതാവാരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അതാണ് അബുൽ അംബിയ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നത്. പ്രവാചകന്മാരുടെ പിതാവാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ മില്ലത്തിനെ ഫോളോ ചെയ്യാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ പറയുന്നത്. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇബ്രാഹിമീ മില്ലത്താണെന്നാണ്. അപ്പോൾ ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 2 മക്കൾ. ഒന്ന് ആദ്യ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ പരമ്പരയിൽ പിന്നെ പ്രവാചകന്മാരേ വന്നില്ല. നോക്കി നിങ്ങൾ പഠിച്ചോൻ്റെ ഓരോ ഹിക്മത്ത്. രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി. യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് എത്ര മക്കളുണ്ടായി? 12 മക്കൾ.
അതാ ഇന്നീറായിത്തു അഹദ അഷറ കൗക്കബൻ, യൂസുഫ് നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടതിൽ 11 നക്ഷത്രങ്ങൾ, വശംസ് സൂര്യൻ, ബാപ്പ, വൽ ഖമർ ചന്ദ്രൻ, ഉമ്മ, അവരൊക്കെ വന്ന് റഅയ്തുഹും ലീ സാജിദീൻ, എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ട് പിതാവേ. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് യാക്കൂബ് അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുക്കുക, മിണ്ടണ്ടാറുണ്ട് കേട്ടോ. അവർ തന്ത്രം പ്രയോഗിക്കും, മിണ്ടണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ആ അത്ര 12 മക്കളിൽ പിന്നെ ഉണ്ടായ പരമ്പരകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആരായിരുന്നു? അമ്പിയാക്കൾ ഉണ്ടായിട്ടുണ്ട്, രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അപ്പം നുബുവത്തും മുൽക്കും നൽകി അനുഗ്രഹിച്ച ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ദാവൂദ് അലൈഹി സ്വലാമിന് നുബുവത്തും നൽകി, രാജാധിപത്യവും നൽകി. സുലൈമാൻ അലൈഹി സ്വലാമിന് നുബുവത്തും നൽകി, രാജാധിപത്യവും നൽകി. സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് നൽകിയ അത്ര ആധിപത്യം ഈ ലോകത്ത് ഒരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നാണ്. ജിന്ന് വർഗത്തെ വരെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തിക്കൊണ്ടു. സുലൈമാൻ നബി അലൈഹി സ്വലാമയുടെ ഭരണ തലത്തിലെ തൊഴിലാളികളിൽ ആരുണ്ടായിരുന്നു? മനുഷ്യന്മാർ മാത്രമാണോ? ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു. അപ്പം അതൊക്കെ ഏറ്റവും കൂടുതൽ മുഅ്ജിസത്ത് കൊടുത്ത സംഗതികളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വേദപ്രമാണം അനുസരിച്ചായിരിക്കണം. അതാണ് യഹ്കുമു ബിഹാ അന്നബിയൂൻ. ആ നബിയും ആ അമ്പിയാക്കളുടെ സ്വഭാവം എന്താണ്? നോക്കൂ അടുത്ത പദം, അല്ലദീന അസ്ലമൂ. അല്ലദീന അന്നബിയൂൻ അല്ലദീന അസ്ലമൂ എന്നാണ്. തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവരായ അമ്പിയാക്കൾ. അപ്പൊ നമ്മളും മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ പറയണ മുഅ്മിന്, അതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തും. എന്താ പരിഭാഷ പറയാ? വിശ്വാസി അല്ലേ. സ്വായിമ് എന്താ പറയാ? നോമ്പ് നോക്കുന്ന ആൾ അല്ലേ. അൽ മുസല്ലീൻ എന്താ നമ്മളെ പറയാ? അർ-റാഖിഊൻ എന്താ നമ്മളെ പറയാ? റുക്കൂ ചെയ്യുന്നവർ. അസ്-സാജിദൂൻ സുജൂദ് ചെയ്യുന്നവർ. അൽ മുത്തസദ്ദിഖൂൻ സത്യപ്പെടുത്തുന്ന ആളുകൾ. അതിനൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പരിഭാഷ പറയും. മുസ്ലിം എന്നുള്ളതിനുള്ള പരിഭാഷ എന്തായിരിക്കും? മുസ്ലിങ്ങൾ എന്നാണ്. മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു വിഭാഗം, ഒരു വർക്കായി. അതിനുണ്ട് അർത്ഥമായി. അത് നമ്മൾ പറയണില്ല, അത് പറയാൻ വേണ്ടത്. ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവൻ, അള്ളാഹുവിന് ദൈവത്തിന് കീഴ്പ്പെട്ടവൻ എന്നാണ് എന്തിൻ്റെ അർത്ഥം? മുസ്ലിം. അത് നമ്മളെ പറയണില്ല, പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ദൈവത്തിന് കീഴ്പ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. ദൈവത്തിന് കീഴ്പ്പെടണ്ടല്ലോ. നമ്മൾ മുസ്ലിം പറഞ്ഞിട്ട് അതെന്തായി? അതൊരു വിഭാഗമായി. മാത്രമല്ല അത് ഒബിസിയായി. കേട്ടോ, മുന്നിലേക്ക് പോകേണ്ടവനാണ്. ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച ആളെ പിന്നിലാ നിൽക്കുക. അത് ആലോചിച്ച് നോക്കി. അങ്ങനെ സമർപ്പിച്ച ആൾക്ക് ദൈവികമായ സഹായങ്ങൾ അതിരും എതിരുമില്ലാതെ പെയ്തിറങ്ങും. അതാണ് ഈ ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആ തകരാറുകളൊക്കെ നമ്മൾ മാറ്റിപ്പോകേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ അന്നബിയൂന അല്ലദീന അസ്ലമൂ ലില്ലദീന ഹാദു വറബ്ബാനിയൂന വൽ അഹ്ബാറു ബിമസ്തുഹ്ഫിദു മിൻ കിതാബില്ലാഹ് വകാനൂ അലൈഹി ശുഹദാ. അവരെല്ലാം തന്നെ അതിന് സാക്ഷികളായിരുന്നു എന്നാണ്. റബ്ബാനിയൂൻ അല്ലദീന ഹാദു എന്ന് പറഞ്ഞ ആരാണ്? ജൂതന്മാരായിട്ടുള്ളവർ. യഹൂദ വിഭാഗം എന്ന് പറഞ്ഞല്ലോ. ഹാദു അല്ലദീന ഹാദു ജൂതന്മാരായിട്ടുള്ള. അപ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ, അതേപോലെ തന്നെ ലില്ലദീന ഹാദു യഹൂദ മതക്കാരായ ആളുകൾക്ക് യഹ്കുമു ബിഹൻ നബിയൂന അല്ലദീന അസ്ലമൂ ലില്ലദീന ഹാദൂന.
അപ്പോൾ തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുള്ള പ്രവാചകന്മാർ ആ വേദഗ്രന്ഥം കൊണ്ട്, തൗറാത്ത് കൊണ്ടാണ് വിധി കൽപ്പിച്ചത്. ആർക്ക്? ലില്ലദീന ഹാദു, ജൂതമതക്കാരായ ആളുകൾക്ക് തൗറാത്ത് കൊണ്ട്. അതേപോലെ തന്നെ റബ്ബാനിയൂന വൽ അഹ്ബാർ എന്നാണ്. റബ്ബാനിയങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധികൾ അനുസരിച്ച് പുണ്യം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ആര്? റബ്ബാനിയൂൻ എന്ന പുണ്യവാന്മാർ. വൽ അഹ്ബാർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ മതപണ്ഡിതന്മാർ. അവരൊക്കെ അപ്രകാരം തന്നെയായിരുന്നു വിധി കൽപ്പിച്ചിരുന്നത്. ഏത് പ്രകാരം? ആ അമ്പിയാക്കൾ വിധി കൽപ്പിച്ച പ്രകാരം തന്നെയായിരുന്നു ആര് വിധി കൽപ്പിച്ചിരുന്നത്? റബ്ബാനിയങ്ങൾ വിധി കൽപ്പിച്ചിരുന്നത്. അഹ്ബാറുകൾ, മതപണ്ഡിതന്മാർ വിധി കൽപ്പിച്ചിരുന്നു. കാരണം എന്താണ്? ബിമസ്തുഹ്ഫിളു മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ആർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നത്? ഈ റബ്ബാനികൾക്കും ഈ അഹ്ബാറുകൾക്കും ഈ അൽ അംബിയ അല്ലദീന അസ്ലമു, തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ച അമ്പിയാക്കൾക്കൊക്കെ അവരോട് ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യമാണെന്ത്? വേദഗ്രന്ഥത്തിൻ്റെ സംരക്ഷണം. അതുപോലെ അങ്ങനെ ചെയ്തിരുന്നു. പിൽക്കാലത്ത് അവരെന്ത് ചെയ്തു? ഈ വേദഗ്രന്ഥത്തെയും വേദഗ്രന്ഥത്തിൻ്റെ സാരോപദേശങ്ങളെയും അതിൻ്റെ നിയമങ്ങളെയും സംരക്ഷിക്കാനുള്ള ചുമതല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ അഹ്ബാറുകളും റബ്ബാനികളും ഒക്കെ തന്നെ എന്ത് ചെയ്തു? അവരുടെ ചുമതല നിർവഹണത്തിൽ വീഴ്ച വരുത്തി. അതാണ് പറയുന്നത്. അവർ യശ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, അള്ളാഹിൻ്റെ ഈ വിധികളും നിയമങ്ങളും ആയത്തുകളും തുച്ഛമായ വിലക്ക് അവർ വിറ്റ് കാശാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ പറഞ്ഞ ആളുകളെല്ലാം വക്കാനു അലൈഹി ശുഹദാ, അവർ അതിന് സാക്ഷികളായിരുന്നു. അവരൊക്കെ അന്ന് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അതുകൊണ്ട് നബിയെ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളും അതേപോലെ ആ അമ്പിയാക്കൾ നിർവഹിച്ച ആ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത്. ഫലാ തഖ്ശൗന്നാസ്, നിങ്ങൾ ആരെ പേടിക്കാൻ പാടില്ല? ജനങ്ങളെ പേടിക്കാൻ പാടില്ല. ഫലാ തഖ്ശൗന്നാസ്. പിന്നെ ആരെ പേടിക്കേണ്ടത്? വഖ്ശൗനി, എന്നെ നിങ്ങൾ ഭയപ്പെടുക, എന്നെ മാത്രം. വഖ്ശൗനി, നൂനിന് കസ്റല്ലേ, വഖ്ശൗനി എന്നാണ്. എന്നെ, കേട്ടോ, നൂന് കസ്റല്ല അവിടെ. വഖ്ശൗനി, എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ, ജനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ, എൻ്റെ വചനങ്ങളെ തുച്ഛമായ വിലക്ക് നിങ്ങൾ വിറ്റുകളയരുത്. അപ്പോൾ അനുകൂലമായ ഫത്വ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കവർ കൊടുക്കുക ചെയ്യാം. അനുകൂലമായ ഫത്വക്ക് എന്ത് കൊടുക്കുക? കവർ കൊടുക്കുക. എന്നിട്ട് കവറിൻ്റെ കനനുസരിച്ച് എന്ത് ചെയ്യും? ഫത്വ കൊടുക്കും. അങ്ങനെയുള്ള രീതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ജനങ്ങളെയല്ല നമ്മൾ പേടിക്കേണ്ടത്. ആരെ പേടിക്കണം? അള്ളാഹുവിനെ ഭയപ്പെടണം. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതനുസരിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതനുസരിച്ച് ആര് വിധി കൽപ്പിക്കുന്നില്ലയോ അത്തരക്കാരായ ആളുകൾ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അവർ സത്യനിഷേധികൾ തന്നെയാകുന്നു. അതാണ് ഇത്. ഒരു ഹാക്കിമിന് ഇതിങ്ങനെ ഓതുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തമായി തോന്നുന്നു. ഒരു സാധാരണക്കാരനായ ആൾ ഈ ഖുർആൻ്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഇത് ആരുടെ ഉത്തരവാദിത്തമായി തോന്നും? നമ്മളെ പറ്റിയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനുള്ളൊരു വെളിച്ചാണ്, എന്നതിനുള്ളൊരു ഹിദായത്താണ് ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ,
ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. നിൻ്റെ മഹളായ ഫضല് കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവും നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ജീവിതായോധനത്തിന് വേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ തൊഴിലുകളിലും ഞങ്ങളുടെ മറ്റെല്ലാ ഏർപ്പാടുകളിലും എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തും ഞങ്ങൾക്ക് നീ അധികരിപ്പിച്ചു തരണമേ തമ്പുരാനെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും തീർത്താൽ തീരാത്ത വലിയ കടബാധ്യതകളിൽ നിന്നുമൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആരും പോകരുത്.